എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. സിനിമാ നടന്മാർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച ആലുവ സ്വദേശിനിക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. 16 വയസ്സുള്ളപ്പോൾ ഒരു സെക്സ് മാഫിയയ്ക്ക് വിൽക്കാൻ ഈ യുവതി ശ്രമിച്ചു എന്നാണ് മൂവാറ്റുപുഴ സ്വദേശിനി DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് നടക്കുന്നത്? എന്തൊക്കെയാ? താങ്കളെ വിൽക്കാൻ ശ്രമിച്ചുവെന്ന് താങ്കൾ ആരോപിക്കുന്ന യുവതിയുമായി താങ്കളുടെ ബന്ധം എന്താണ്? എന്റെ അമ്മയുടെ സഹോദരിയുടെ മോളാണ്. അപ്പോ ഈ നടന്മാർക്കെതിരെ പരാതി നൽകിയ ഒരു യുവതിയാണ് നടനെതിരെ ആരോപണം ഉന്നയിക്കുകയും പൈസ ചോദിക്കുകയും ഒക്കെ ചെയ്തു എന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ പ്രചരിച്ചു. അവളെ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. ഞാനൊരു സിംഗിൾ പേരന്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരും, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. ഞാൻ പലരോടും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ച കൂട്ടർ ഇദ്ദേഹത്തിനോട് ചോദിച്ചത് തെറ്റാണോ? തനിക്കൊരു ദുരനുഭവം ഉണ്ടായെങ്കിലും മുകേഷിനോട് പിന്നീട് ഒരു 3-4 വർഷത്തിന് ശേഷം പണം ചോദിച്ചു. എന്താ ഉറക്കം വരുന്നു. ഫസ്റ്റ് നിന്നെ കണ്ടപ്പോഴേ ലാസ്റ്റ് വാണിംഗ് തന്നാണ്. ഈ വാർത്തകളൊക്കെ താങ്കൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നോ? ഈ വാർത്തകളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സമയത്ത് ആ വ്യക്തി ആരാണ് എന്ന സമൂഹം അറിയണമെന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തത്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. 2014 താങ്കൾ എവിടെ നിൽക്കുമ്പോഴാണ്, എവിടെ വെച്ചാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്? 2014 ഞാൻ എന്റെ 10th കഴിഞ്ഞ് ഞാൻ എന്റെ വെക്കേഷൻ നിൽക്കുമായിരുന്നു. അപ്പം ആ ടൈമിൽ ഈ വ്യക്തി, പേര് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പേര് പറയേണ്ടതില്ല, നമുക്ക് അവരുടെ പേര് പറയുക സാധ്യമല്ല. അപ്പം വെക്കേഷൻ സമയത്ത് എന്നെ കോണ്ടാക്ട് ചെയ്തു. ആ സമയത്ത് പുള്ളിക്കാരി ഒരു 6-7 സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചു, വെക്കേഷൻ അല്ലേ, എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരിൽ എന്നെ വിളിച്ചത്. വെക്കേഷൻ അല്ലേ, എന്തിനാ അവിടെ നിൽക്കുന്നത്, ചെന്നൈയിലേക്ക് വന്ന് നമുക്ക് 1-2 സിനിമയിൽ ഓഡിഷനൊക്കെ പോയി ട്രൈ ചെയ്യാം, സിനിമയിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഭാവി ഉണ്ടാവുമല്ലോ എന്നും പറഞ്ഞ് എന്നെ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തി. അവിടെ ചെന്ന് ആദ്യത്തെ ദിവസം വളരെ നോർമലായിട്ട് പോയി. അടുത്ത ദിവസം എന്നെ ഓഡിഷൻ ആണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി. അപ്പം എന്നെ ഒറ്റയ്ക്കാണ് കൊണ്ടുപോകുന്നത്, വേറെ പേടിക്കാനൊന്നുമില്ല, സ്വന്തം സഹോദരരുടെ കൂടെയാണല്ലോ പോകുന്നത്. അപ്പം ഞാനും കൂടെ പോയി. അപ്പൊ ഓഡിഷനാന്ന് പറഞ്ഞ് പോയത് ഒരു ഹോട്ടലിലേക്കാണ്. അപ്പൊ ചെന്നപ്പോ ഒരു റൂമിൽ 4 5 6 ആൾക്കാരുണ്ട്. അവരിങ്ങനെ നോക്കി കണ്ടു. അവര് കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവർ ഞാൻ ചെന്നപ്പോ തന്നെ ഒരാൾ എനിക്ക് വന്ന് ഷേക്ക് ഹാൻഡ് തരുകയും എന്റെ മുടിയിലും മുഖത്തൊക്കെ വന്ന് തൊടുകയും എന്നെ ഷോൾഡറിൽ പിടിക്കുകയൊക്കെ ചെയ്തു. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. മറ്റുള്ളവർ അത് കണ്ട് നോക്കി നിൽക്കുന്നു, ഇവരത് നോക്കി സന്തോഷത്തോടെ നിൽക്കുന്നു. അപ്പൊ ഞാൻ പ്രശ്നം ഉണ്ടാക്കി, എനിക്ക് വീട്ടിൽ പോകണം, എനിക്കിത് പറ്റുന്നില്ല, എനിക്കിത് എവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് അത്രയും നേരം ചിരിച്ചു നിന്ന ഒരാള് പെട്ടെന്ന് അവരുടെ ക്യാരക്ടർ മാറി. എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു, നീ ഇവിടെ നിൽക്കുന്നു, എനിക്കൊന്നും എന്താ കുഴപ്പം, ഞാനല്ല നിന്റെ കൂടെ ഉള്ളത്, നീ എന്തിനാ ഈ വെപ്രാളപ്പെടുന്നേ, നിനക്കൊന്നും പറ്റാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ എന്നോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അപ്പൊ ഞാൻ കിടന്ന് അലറി വിളിച്ച് കരയാൻ തുടങ്ങി. ഞാൻ ഇവരോട് എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ ഇവരെന്നോട് പറഞ്ഞത് പേടിക്കേണ്ട. അപ്പോഴത്തേക്കും പെട്ടെന്ന് ടോണൊക്കെ മാറി, പേടിക്കേണ്ട, നിനക്കൊന്നും വരാൻ പോകുന്നില്ല, നീ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്, അപ്പൊ നീ ഒന്ന് രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിന്റെ ഭാവി സുരക്ഷിതമാവും, നീ സേഫ് ആവും, നീ ഇപ്പൊ 10th കഴിഞ്ഞ് നിൽക്കുവല്ലേ, നിനക്ക് നല്ലൊരു ജീവിതം വേണ്ടേ. ആന്റി ഇത് ആദ്യമായിട്ടൊന്നും അല്ല, ഇതിനു മുമ്പ് ഈ പുള്ളിക്കാരിക്ക് ഒരു ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു, അതല്ലാണ്ട് ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയുള്ള കുട്ടികളെയൊക്കെ ആന്റി നല്ലൊരു ലൈഫിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരിപ്പോ ദുബായിലൊക്കെയാണ്. അപ്പൊ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ, നീ ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ അങ്ങനെ കയറ്റിക്കൊണ്ട് പോകും, നമുക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അവരുടെ അടുത്ത് അവരെന്താണോ പറയുന്നത് അഡ്ജസ്റ്റ് നിന്നാൽ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും എന്നോട് പറഞ്ഞു. എനിക്കത് മനസ്സിലായി, അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്കറിയാലേ ആ രീതിയിൽ അവിടെയുള്ള ആൾക്കാരുടെ നോട്ടവും അവിടെയുള്ള ആൾക്കാരുടെ രീതിയിൽ എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ബഹളം വെച്ച് അവിടെ നിന്ന് ഇറങ്ങി പോരുമായിരുന്നു. ഈ 4-5 അപരിചിതരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപരിചിതർ താങ്കളെ കീഴ്പ്പെടുത്താറുണ്ടായിരുന്നു. പക്ഷെ താങ്കളെ ഇങ്ങനെ സമീപിക്കുമ്പോൾ ഈ ആന്റി റൂമിലുണ്ടോ? റൂമിലുണ്ട്. അപ്പൊ ആന്റിയുടെ സാന്നിധ്യത്തിലാണ് വേണം എന്ന് പറയുന്നത്. ആന്റി ഇത് കേൾക്കുന്നുണ്ട്. ആന്റിയാണ് എന്നോട് പറഞ്ഞത് അവർക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ, അവരല്ല എന്നോട് പറഞ്ഞത്. നന്നായിട്ടുണ്ട്.
അവരുടെ മുന്നിൽ വെച്ച് അവരോട് ഷൗട്ട് ചെയ്തു. ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞു നിനക്ക് എന്താ കുഴപ്പം, നീ ഇങ്ങോട്ട് വന്നു പറഞ്ഞ് എന്നെ മാറ്റി നിർത്തി സംസാരിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരുണ്ട്, അവരെ വിളിച്ചു പറഞ്ഞു മോളെ ഇങ്ങനെയാണ്, നീ ഇത് ടെൻഷൻ അടിക്കേണ്ട ആരൊന്നുമല്ല, ഇത് ആദ്യമായിട്ടൊന്നും അല്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി എന്നോട് പറഞ്ഞത്, എന്നെ അതിന് വേണ്ടിയിട്ട് കമ്പൽ ചെയ്യാൻ നോക്കിയത്. വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂടാ നിനക്കൊക്കെ. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആന്റി വേറെ എന്തെങ്കിലും പറഞ്ഞു? നീ അത് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു, വീണ്ടും ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നോ? ഇല്ല, ആ സമയത്ത് എന്നോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞില്ല ആദ്യമായിട്ടൊന്നും അല്ല എന്നുള്ള രീതിയിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. നിനക്ക് ഇപ്പം പുള്ളിക്കാരി ഈ പറയുന്ന പോലെ വിസിറ്റിങ്ങിന് 3 മാസത്തെ വിസിറ്റിംഗ് എടുത്ത് ദുബായിലൊക്കെ കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പുള്ളിക്കാരി തന്നെ എന്നോട് അവകാശപ്പെട്ടത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. നിനക്ക് അങ്ങനെ കയറിപ്പോയാൽ അവിടെ നിനക്കും പരിചയക്കാരൊക്കെ കിട്ടും, നീ അതിന് ഒരു സ്ഥലത്ത് പോയി ഒറ്റപ്പെട്ടു എന്നുള്ള ചിന്ത വേണ്ട. ഇതിനു മുമ്പ് ഞാൻ പെൺകുട്ടികൾക്ക് നല്ലൊരു പുള്ളിക്കാരിയുടെ കാഴ്ചപ്പാട് നല്ലൊരു ജീവിതമാണത്. നല്ല തെരണ്ടി വാലി വെച്ച് പ്ലാച്ച് അടിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അതിനുശേഷം വീട്ടിൽ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു താങ്കൾ ഈ കാര്യം ആന്റി കൊണ്ടുപോയി ഇങ്ങനെ ഒരു പിടുത്താൻ നോക്കി എന്നുള്ള കാര്യം? വീട്ടിൽ വന്നപ്പോൾ ഞാൻ അമ്മയുടെ അപ്പം ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് നാട്ടിൽ പോകണം എന്നാണ് പറഞ്ഞത്. അപ്പം എന്നോട് അമ്മ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയോട് പറയാം, കാരണം അവിടുന്ന് എനിക്ക് തിരിച്ചു വരണം, കാരണം അവര് ഈ വ്യക്തി ഏത് രീതിയിലുള്ള സ്വഭാവക്കാരിയാണെന്ന് എനിക്ക് അപ്പം മനസ്സിലായി. ഇവരപ്പൊ എന്തും എന്നെ ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം. എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം എന്ന് പറഞ്ഞു. കാരണം ബസ്സിനാണ് തിരിച്ചു വന്നത്. ബസ്സിന് ഞങ്ങൾ അങ്കമാലിയിൽ ഇറങ്ങി, അങ്ങനെയാണ് ഞങ്ങൾ വന്നത്. അപ്പൊ ആ ഒരു ടൈമിലാണ് അമ്മയോട് പറഞ്ഞത്. അമ്മ നാട്ടിൽ വന്നിട്ട് വീണ്ടും ഇവരെ വിളിച്ച് ഒരുപാട് വഴക്കും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തായിരുന്നു. സ്വന്തം മകളെ അവിടെ ഇരുത്തിയിട്ട് എന്നെ കൊണ്ടുപോകാൻ പുള്ളിക്കാരി ഏത് തരക്കാരിയായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. തരികിടയാണല്ലേ? കാരണം എനിക്ക് അവരുടെ മകളുടെ പ്രായമുള്ളൂ, ഞങ്ങൾ ഒരേപോലെ പഠിച്ചു വന്നത്. ഞാൻ 10 കഴിഞ്ഞപ്പോ അവളും 10 കഴിഞ്ഞ് ഇരിക്കുമായിരുന്നു. പക്ഷെ എന്നോട് അങ്ങനെ പെരുമാറേണ്ട ആവശ്യം എന്താ? ബന്ധപ്പെട്ടിട്ടില്ല ഇതുവരെയും ഇല്ല. പിന്നീട് ഞാൻ ആ വ്യക്തിയെ കാണുന്നത് ഇപ്പൊ ഈ ദിവസങ്ങളിൽ സാറിന്റെ പ്രസ് മീറ്റിലും പിന്നെ അതുപോലെ ഈ അലിഗേഷനിലൊക്കെയാണ് ഞാൻ ആ വ്യക്തിയെ കാണുന്നത് തന്നെ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അപ്പം മൊത്തത്തിൽ ഇവരിങ്ങനെ ഇത്തരത്തിലുള്ള ഈ കുട്ടികളെ ഇതേപോലെയുള്ള സംഘങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു റാക്കറ്റിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ താങ്കൾ? എന്നെ കൊല്ലാനാണ് നിന്റെ പരിപാടി? തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്നോട് തന്നെ ഒരു രീതിയിലും മറച്ചു വെക്കാതെ പുള്ളിക്കാർ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ ടെൻഷൻ അടിക്കണ്ട, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ മാത്രമല്ല ആദ്യമായിട്ടല്ല, നീ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് സെറ്റിൽ ആകും എന്നുള്ള രീതിയിൽ എന്നോട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ടായിരിക്കും ഓപ്പൺ ആയിട്ട് അവർ എന്നോട് പറഞ്ഞത്. ഈ യുവതിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പരാതി നൽകുകയോ അങ്ങനെ ആരുടെയെങ്കിലും കഥ അറിയാമോ താങ്കൾക്ക്? മറ്റേതെങ്കിലും പെൺകുട്ടികൾ ഇങ്ങനെ പെട്ടുപോയത്? അല്ല, മറ്റേതെങ്കിലും പെൺകുട്ടികൾ ഇങ്ങനെ പെട്ടതായിട്ട് എനിക്കറിയില്ല. പക്ഷെ പുള്ളിക്കാരി സാമ്പത്തിക ലാഭത്തിന് വേണ്ടി പലരെയും പറ്റിച്ചതായിട്ടുള്ള കഥ എനിക്കറിയാം. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഞാൻ കാണുന്നത് ഈ ദിവസങ്ങളിൽ ഞാൻ കാണുന്നത് ഒരു യോഗ്യതയില്ലാത്ത വ്യക്തി വന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇരുന്ന് പലർക്കെതിരെയും പലരെയും സ്വന്തം കുടുംബത്തിന് നാണക്കേടായിട്ട് ഞങ്ങൾ പിച്ച് ചിന്തിക്കൊണ്ടിരിക്കണം. ഇവരുടെ ബന്ധുവാണെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അപ്പൊ ഇവര് ഏത് രീതിയിലുള്ള തരക്കാരിയാണ്, ഇവർ ഏത് സ്ത്രീയാണെന്ന് സമൂഹം അറിയണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇത് വന്ന് പറയുന്നത്. മതിയോ അതോ ഇനിയും വേണോ? കിട്ടിയാ? കിട്ടി, പലിശ സഹിതം കിട്ടി. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.